വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ KVS അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ NVS അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്ത് പഠിക്കണം, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഏജ് വൈസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്, ഏജ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെ വരും എന്നുള്ളത്, സിലബസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഇതിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം, സ്റ്റഡി സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായിട്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാനായിട്ട് ദയവായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, കമൻസ് ചെയ്യുക. സംശയമുള്ള കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാൻ വാട്സപ്പ് വഴിയാണെങ്കിൽ ഇവിടെ ഈ നമ്പർ 7736750473 എന്ന് പറഞ്ഞ നമ്പർ, അതിൽ വാട്സപ്പും ഉണ്ട്, കോളും ഉണ്ട്. രണ്ടാമത്തെ നമ്പർ 9847880473 എന്ന് പറയുന്ന ഈ നമ്പറിൽ ഉള്ളി കോള് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ നമ്പറെല്ലാം താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചിങ് വേക്കൻസികൾ, അല്ലാതെയുള്ള വേക്കൻസികളെല്ലാം ഇതിൽ വളരെ സസൂക്ഷ്മം റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും വളരെ കുറഞ്ഞ മിതമായ നിരക്കിൽ വളരെ മേന്മയാർന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PSC എന്നുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആപ്പ് വഴിയും അല്ലാതെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് ആണ്. അതിൻ്റെ കൂടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കുള്ള PDF നോട്ട്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡൽ എക്സാംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്താണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഇപ്പം നിലവിൽ അഡ്മിഷൻ നടക്കുന്ന ക്ലാസ്സുകൾ RRB, റെയിൽവേ ടീച്ചർ, TGT, PGT, PRT അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ നേരത്തെ പറഞ്ഞ നമ്പറുകളിലേക്ക് വിളിച്ച് അന്വേഷിച്ച് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ ക്ലാസ്സുകളുടെയും മറ്റു ലിങ്കുകൾ, വാട്സപ്പ് ലിങ്കുകൾ, ക്ലാസ്സിന്റെ ലിങ്കുകൾ, ടെലഗ്രാം ചാനൽ ലിങ്കുകളെല്ലാം തന്നെ നമ്മുടെ താഴെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഫീസ് സ്ട്രക്ചർ RRB ടീച്ചർ ഫുൾ കോഴ്സ് എക്സാം വരെ, ഇതെല്ലാം അപ് ടു ദി എക്സാം വരെയാണ്. ഓക്കെ, അപ് ടു ദി എക്സാം വരെയാണ് ഈ എല്ലാ കോഴ്സുകളും എക്സാം വരെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ സമയപരിധിയൊന്നുമില്ല, എക്സാം വരെയാണ് ഈ കോഴ്സുകളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം RRB ടീച്ചറിന് 599 രൂപയാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. HSA നാച്ചുറൽ സയൻസിന്റെ 999 ആണ്. ഇതെല്ലാം 50% ഓഫർ പ്രകാരമാണ് നൽകുന്നത്. ഓക്കെ, 50% ഓഫർ പ്രകാരമാണ് ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലാം 50% ഓഫർ പ്രകാരമാണ് ഈ കോഴ്സുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ റേറ്റ് ഫീസ് ഇത്രയല്ല. ഓക്കെ, അപ്പൊ അതിൽ RRB ടീച്ചർ 599, HSA നാച്ചുറൽ സയൻസ് 999, LPUP 299 ഫ്രീ കോഴ്സ് ആണ്. ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രമാണ് 299 എന്ന് പറയുന്നത്. HSA ജനറൽ സയൻസ് 499. ഓക്കെ, ഇതാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇതിൽ ഈ നമ്പറുകളിലൂടെയോ വാട്സപ്പിലൂടെയോ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറിയിട്ടും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് KVS പോലുള്ള നമ്മളെ ഇപ്പോഴത്തെ ഈ KVSന്റെ എക്സാമാണ്. അപ്പൊ KVSന്റെ ക്ലാസ്സുകളും ആരംഭിക്കുന്നുണ്ട്, അഡ്മിഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ KVS എന്ന് പറയുന്ന ക്ലാസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്പറുകൾ വിളിച്ച് ചോദിച്ച് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിലൂടെ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, വലിച്ചു നീട്ടുന്നു എന്ന് പറയരുത്, ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറയാനായിട്ട് ഇത്ര സമയമെടുക്കും. ഓക്കെ, കാണാൻ ആഗ്രഹമുള്ളവർ ഫുള്ള് കാണുക. ഓക്കെ, അപ്പം സാധാരണ നമ്മുടെ RRB ടീച്ചർ 2025 ഇപ്പോൾ നമുക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചർ വിളിച്ചിട്ടുണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിച്ചിട്ടുണ്ട്,
പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിച്ചിട്ടുണ്ട്. നോൺ ടീച്ചിങ് വേക്കൻസി, എത്രത്തോളം ടീച്ചേഴ്സ് വേക്കൻസി വിളിച്ചിരിക്കുന്നോ അത്രത്തോളം തന്നെ നോൺ ടീച്ചിങ് വേക്കൻസിയും വിളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 13,000 പ്ലസ് വേക്കൻസിയാണ്. 13,000 പ്ലസ് വേക്കൻസിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ലൈബ്രറിയൻ പ്രത്യേകമായിട്ട് തന്നെ പഠിക്കണം. ലൈബ്രറിയൻ വിളിച്ചിട്ടുണ്ട്. ഡ്രൈവർ, ഡ്രൈവർ പോസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് നല്ല ഒരു ചാൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പോസ്റ്റ്, അതൊരു സ്പെഷ്യൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ. അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം 7ഓളം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോഴും നമ്മുടെ KV വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏജ്, എത്രത്തോളം ഏജ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏജ്. ഏജ് വൈസ് നോക്കുമ്പോഴത്തേക്ക് PRTക്ക് 30 വയസ്സും TGTക്ക് 35 വയസ്സും PGTക്ക് 40 വയസ്സുമാണ് പ്രായപരിധി. ജനറൽ എന്ന് പറയുന്നത്, ജനറലിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. ഒരു റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയുള്ള നോർമൽ പ്രായപരിധി എന്ന് പറയുന്നത് PRT 30, TGT 35, PGT 40 വയസ്സ്. ഇത്രയാണ്. ഇനി താഴെ വുമൺ 10 ഇയർ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ഒരു ഇത് കാണത്തില്ല, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെയുള്ള നിയമനങ്ങൾ നൽകും എന്നും ഈ നോട്ടിഫിക്കേഷന് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓരോന്നിനും ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. PRTക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, TGTക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, PGTക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ ഇത്രയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പോസ്റ്റും വേക്കൻസി, സാലറി, ക്വാളിഫിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടില്ല. അത് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ 10 ഇയർ ഗേൾസിന്, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അത് ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല, എല്ലാ സ്ത്രീകൾക്കും 10 വർഷ ഇളവുകൾ നൽകുന്നുണ്ട്. അപ്പൊ നോർമലായിട്ട് ഒരു ജനറൽ വുമണിനെ സംബന്ധിച്ചോളം, ജനറൽ കാറ്റഗറി വുമണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PGTക്ക് 40 വയസ്സ്, TGTക്ക് PRTക്ക് 40 വയസ്സ്, TGTക്ക് 45 വയസ്സ്, PGTക്ക് 50 വയസ്സ്. ഇത്രയും വയസ്സുകളാണ് സാധാരണ ഒരു ജനറൽ വുമണിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പൊ 40 വയസ്സ് ഉള്ളവർ വരെ PRTക്ക് അപ്ലൈ ചെയ്യാം, 45 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ TGTക്ക് അപ്ലൈ ചെയ്യാം, 50 വയസ്സുള്ളവർ വരെ PGTക്ക് അപ്ലൈ ചെയ്യാം. ഗേൾസിന് മാത്രം, പെൺകുട്ടികൾക്ക് മാത്രം. ബാക്കി മെൻസിന് എപ്പോഴും ഇത് തന്നെയാണ്, ജനറലിന് 30, 35, 40 തന്നെയാണ്. അപ്പൊ 10 വർഷം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ, ഈ 10 വർഷം കൂടാതെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഏജ് റിലാക്സേഷന്റെ കാര്യത്തിൽ 10 വർഷം സ്ത്രീകൾക്ക്, 10 ഇയർ വുമൺസിന് എല്ലാവർക്കും റിലാക്സേഷൻ ഉണ്ട്. അത് കൂടാതെ 10 ഇയർ റിലാക്സേഷൻ കൂടാതെ ആ വുമൺസിലെ SC/ST ആണെങ്കിൽ ആ 10 + 5 ഇയർ, അതായത് 15 വർഷം റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 15 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. ഇനി അതിൽ OBC ആണെങ്കിൽ 10 + 3 ഇയേഴ്സ്, 13 ഇയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും TGT എന്ന് പറയാം, TGTയെ സംബന്ധിച്ചിടത്തോളം ഒരു SC/STയിൽ പെട്ട വുമൻസിനെ സംബന്ധിച്ചിടത്തോളം TGTക്ക് 35 35, 15, 50 വയസ്സ്. TGTക്ക് 50 വയസ്സ് വരെ ഒരു SC/ST കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 45 വയസ്സ് വരെ OBCയിൽ എന്ത് ചെയ്യാൻ പറ്റും, TGTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. TGT 45 അല്ല, സോറി, OBC ആകുമ്പോഴത്തേക്ക് 35 വയസ്സ് കോമൺ പ്രായപരിധി, TGTക്ക് 35 വയസ്സ് കോമൺ പ്രായപരിധി. ലേഡീസ് ആണെങ്കിൽ 10, 45, 3, 48 ആണ് OBC വുമണിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്, 48 ആണ്.
ഓക്കെ. ഇനി പി ജി ടി ആകുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. SC/ST ആണെങ്കിൽ 40 നോർമൽ വുമണിന്റെ പ്രായപരിധി. ആ 40 + 50 + 55 വയസ്സ് വരെയുള്ള പ്രായപരിധി ഉണ്ട് SC/ST കാൻഡിഡേറ്റിന്. ഓക്കെ, SC/ST കാൻഡിഡേറ്റിന്. അതില് OBC ആണെങ്കിൽ PGT 40 വയസ്സാണ് നോർമല്, +10 50 53 വയസ്സ് വരെ. 53 വയസ്സ് വരെ ആർക്ക് OBC വുമണിന് അപ്ലൈ ചെയ്യാൻ പറ്റും PGT. PRTയിലേക്ക് വരുമ്പോഴത്തേക്ക് PRT എന്ന് പറയുന്നതിലേക്ക് വരുമ്പോഴത്തേക്ക് PRTയിൽ 35 SC/ST ആകുമ്പോൾ 35 10 45 5 50 വയസ്സ് വരെ. 50 വയസ്സ് വരെ SC/STക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 10 40 3 43 വയസ്സ് വരെ OBCക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഗേൾസിന്, പെൺകുട്ടികളെ സംബന്ധിച്ചോളം. ഓക്കെ. ഇനി നോ ഏജ് ബാർ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ കേന്ദ്രീയ വിദ്യാലയ സംഘം. അത് കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൽ വർക്ക് ചെയ്യുന്ന അവർക്കാണെങ്കിൽ ഏജ് റിലാക്സേഷനും അതിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, ഏജ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഏജ് വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് ഓവറായി ഇരിക്കുന്നവരിൽ OBC-കാരോ SC/ST-കാരോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ നമ്മുടെ PSC-യിൽ 39 വയസ്സ് 40 വയസ്സ് വരെ ആയിരുന്നു ജനറലിന് വരുന്നത്. അപ്പം അവർക്ക് ആ 40 വയസ്സ് കഴിഞ്ഞ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് സീറ്ററ്റ് ഉണ്ടെങ്കിൽ സീറ്ററ്റ് 1 or 2 ഉണ്ടെങ്കിൽ PRTയും TGTയും അപ്ലൈ ചെയ്യാം. ഇനി ഈ 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നവരിൽ സീറ്ററ്റ് ഇല്ല, കേറ്ററ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് PG + B.Ed ഉണ്ടെങ്കിൽ PGT ടീച്ചറിനും അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ഒന്നും കൂടി പറയുന്നു, TGTയോ PRTയോ പ്രൈമറി ടീച്ചറോ ഗ്രാജുവേറ്റ് ടീച്ചറോ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് സീറ്ററ്റിന്റെ ആവശ്യകത ഉള്ളത്. ബട്ട് PGT കോഴ്സിന് PGT അപ്ലൈ ചെയ്യാനായിട്ട് സീറ്ററ്റ് ആവശ്യമില്ല. സീറ്ററ്റിന്റെ ആവശ്യം വരുന്നില്ല. സീറ്ററ്റ് വേണ്ട. PGയും B.Ed ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PGTക്ക് അപ്ലൈ ചെയ്യാം. പ്രായപരിധി ഞാനിപ്പോ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മടിച്ചിരിക്കുന്നവരൊക്കെ പഠിക്കാനായിട്ട് തയ്യാറായിക്കോളൂ. കോഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അപ്പൊ ഏജിന്റെ ക്ലാസിഫിക്കേഷൻ, ഏജ് ഇങ്ങനെയാണ്. ഓക്കെ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും കൂടി പറയാണ്. പ്രൈമറി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം DLED സീറ്ററ്റ് പേപ്പർ 1. ഓക്കെ, അതില് ഒരുപാട് ഇത് പറയുന്നുണ്ട്. സീനിയേഴ്സ് മീൻസ് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സീനിയർ സെക്കൻഡറി ഇക്വാലന്റിന്, അതായത് +2-ന് 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പ്രൈമറി ടീച്ചറിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് സീറ്ററ്റ് 1, DLED or TTC പ്ലസ് അതുപോലെ തന്നെ സീറ്ററ്റ് 1 പേപ്പർ 1 ആവശ്യമാണ്. എന്തിന്? PRT പ്രൈമറി ടീച്ചറിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. അതാണ് പ്രൈമറി ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം TGT ആണ്. TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്താണുള്ളത്? ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് അതിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, ഡിഗ്രി ഉണ്ടായിരിക്കണം, പ്ലസ് B.Ed ഉണ്ടായിരിക്കണം, പ്ലസ് സീറ്ററ്റ് 2. ഓക്കെ, സീറ്ററ്റ് 2 ആണ് അല്ലെ ഡിഗ്രിക്കാർക്ക് വേണ്ടത്. അല്ലെങ്കിൽ TGTക്ക് വേണ്ടത് സീറ്ററ്റ് 2 ആണ്. സീറ്ററ്റ് 2 ആണ് വേണ്ടത്. സീറ്ററ്റ് 2 ഉണ്ടായിരിക്കണം. സീറ്ററ്റ് 2 ആണ് വേണ്ടത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് PGTയിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ PG ഉണ്ടായിരിക്കണം, B.Ed ഉണ്ടായിരിക്കണം. ഇവിടെ എന്തിന്റെ ആവശ്യകതയില്ല? നേരത്തെ ഞാൻ പറഞ്ഞു സീറ്ററ്റ് വേണ്ട, സീറ്ററ്റിന്റെ ആവശ്യം ഇല്ല, സീറ്ററ്റ് വേണ്ട. ഓക്കെ, റെഡി? PGTക്ക് സീറ്ററ്റ് വേണ്ട, റെഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇനി മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% മാർക്കും നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് 100% എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ 100% നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ അതിൽ റിട്ടൺ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ആദ്യ CBT എക്സാം 120
80 മാർക്കിന്റെ CBT എക്സാം. അതിപ്പോ പറയും, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആ എക്സാമിന്റെ മാർക്കിൽ നിന്നും 70%, എക്സാമിന്റെ മാർക്കിൽ നിന്ന് 70%, ഇന്റർവ്യൂവിൽ നിന്ന് 15%. അപ്പൊ നോക്കിയോ ഇന്റർവ്യൂ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇന്റർവ്യൂവിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡെമോ ക്ലാസ് 15%. അപ്പൊ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഏത് തന്നെയാണ്? CBT തന്നെയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? CBT തന്നെയാണ്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ ജൽപ്പനങ്ങളൊന്നും കേൾക്കാതെ, നീ എന്തിനാ KVS പഠിക്കുന്നത്, നീ എന്തിനാ NVS പഠിക്കുന്നത്, നീ എന്തിനാ EMRS പഠിക്കുന്നത്, നീ എന്തിനാ DSSP നോക്കുന്നത്, നീ എന്തിനാ AES നോക്കുന്നത്, ഇതെല്ലാം നോർത്ത് ഇന്ത്യക്കാർക്കുള്ളതല്ലേ? നോർത്ത് ഇന്ത്യക്കാർക്ക് എന്താ, നോർത്ത് ഇന്ത്യക്കാരുടെ കുത്തകയാണോ സെൻട്രൽ ഗവൺമെന്റ്? തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ, നോർത്ത് ഇന്ത്യക്കാരുടെ കുത്തകയാണോ സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ എന്ന് പറയുന്നത്? അല്ല, അല്ല. നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും ഉള്ളവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന തന്നെയാണ് ഏത് സെൻട്രൽ ഗവൺമെന്റ് ജോബിനും. നോർത്ത് ഇന്ത്യക്കാരുടെ കുത്തകയൊന്നുമല്ല, ആരുടെയും കുത്തകയില്ല. ഓക്കെ, അപ്പൊ ദയവായിട്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിങ്ങളോട് സംശയം ചോദിക്കുകയും വേണ്ട, വിളിച്ച് സംശയം ചോദിക്കുകയും വേണ്ട. പഠിക്കുമോ? കിട്ടും. 6 മാസം കഷ്ടപ്പെടാൻ തയ്യാറാണോ? കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും. ഇനി ലാംഗ്വേജിന്റെ കാര്യം, ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ ഹേ. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഹിന്ദി അറിഞ്ഞിരിക്കണം മസ്റ്റ് ആയിട്ട്. അത് അറിയാനായിട്ട് 1, 2, 3 ദിവസം കൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന എല്ലാവരും, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മിക്കവരും 10th വരെയുള്ള ഗ്രേഡിൽ പഠിക്കുന്നവരൊക്കെ മിക്കവരൊക്കെ ഹിന്ദി പഠിച്ചിട്ടുള്ളവരാണ്. അവർക്ക് എഴുതാനും വായിക്കുവാനൊക്കെ അറിയാം. പിന്നെ നമുക്ക് ഹിന്ദി സംസാരിക്കേണ്ട ആവശ്യത വന്നിട്ടില്ല, അതുകൊണ്ട് ഹിന്ദി ഫ്ലുവന്റ് അല്ല എന്നുള്ളൂ. ഇനി സ്വാഭാവികമായിട്ട് വന്നോളൂ. ഇപ്പം കേരളീയരെക്കാളും കൂടുതൽ മറ്റ് നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ, അപ്പൊ സ്വാഭാവികമായിട്ട് വന്നോളൂ. അപ്പൊ അതുപോലെ തന്നെ ആ ഹിന്ദി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. അപ്പൊ ആ ഒരു വിഷയമേ ഇല്ല. പിന്നെ ഇംഗ്ലീഷും അതുപോലെ ഭാഷ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് പലരും വിളിക്കുമ്പോൾ. നിങ്ങൾ അങ്ങേ അറ്റത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂ ഇല്ലീ സാറേ, ഡെമോ ക്ലാസ് ഇല്ലീ സാറേ. നിങ്ങൾ ആദ്യം റിട്ടേൺ എക്സാമിന് പഠിക്കേ, അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യും, അതിന് പഠിക്കാൻ തയ്യാറാവുക, ആപ്ലിക്കേഷൻ അയക്ക്, ആദ്യം ഇത് പഠിക്ക്, ഈ കാര്യങ്ങൾ പഠിക്ക്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആപ്ലിക്കേഷൻ എടുക്ക്, അത് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിക്ക്, പരീക്ഷ എഴുതിയിട്ട് ഹൈ സ്കോർ നേട്. അതിനുശേഷം ഈ 2 കാര്യങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്ക്. ഇരിക്കും മുമ്പേ കാല് നീട്ടരുത്. ജോലിയാണ് ആവശ്യം. ആദ്യം ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ അയക്കൂ, പഠിക്കൂ, നല്ല റാങ്ക് നേടൂ, നല്ല മാർക്ക് നേടൂ. അതിനുശേഷം ഇന്റർവ്യൂവിനെ കുറിച്ചും ഡെമോ ക്ലാസിനെ കുറിച്ചും ചിന്തിക്കാം. ഡോൺ വറി. 2 കൂടി 30 മാർക്കിനേ ഉള്ളൂ. ഓക്കെ, അതവിടെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ദയവായിട്ട് അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ ഇരിക്കും മുമ്പേ കാല് നീട്ടാനായിട്ട് ആദ്യമേ ചോദ്യം, ഡെമോ ക്ലാസ് ഇല്ലേ സാറേ, ഇന്റർവ്യൂ ഇല്ലേ സാറേ, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് നോർത്ത് ഇന്ത്യൻസിനല്ലേ കിട്ടുന്നത്? നോർത്ത് ഇന്ത്യൻസിന്റെ കുത്തകയൊന്നും അല്ല ഒരു KVയും ഒരു NVSഉം ഒരു EMRSഉം. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങളതൊരു എന്താണ്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ എക്സ്ക്യൂസസ് ആണ്, നോട്ട് എ റീസൺ. ഇറ്റ്സ് ആൻഡ് പ്യൂർലി എക്സ്ക്യൂസസ്. ഓക്കെ, അപ്പൊ ആ എക്സ്ക്യൂസസ് ഒക്കെ മതിയാക്കി വെച്ചിട്ട് ആദ്യം പഠിക്കുക, അപ്ലൈ ചെയ്യ്, പഠിക്ക്, നല്ല സ്കോർ നേടും, നല്ല റാങ്കിലേക്ക് വാ. എന്നിട്ട് ഇന്റർവ്യൂവിനെ പറ്റി, ഡെമോ ക്ലാസിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇപ്പോഴേ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കരുത്, ദയവ് ചെയ്ത്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ്, മോഡ് ഓഫ് സെലക്ഷൻ, റിട്ടൺ എക്സാം. ഞാൻ പറഞ്ഞ ഫസ്റ്റ് എക്സാം CBT മോഡിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ എക്സാം ആണ്. ഓക്കെ, CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ 180 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടൈം 3 hour ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് നഹി ഹെ. അപ്പൊ അതാണ് നെഗറ്റീവ് മാർക്ക് 0 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നെഗറ്റീവ് മാർക്ക് 0 ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. 180 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് മാർക്ക് നിങ്ങളുടെ ടെറ്റൊക്കെ എഴുതുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ CBT എക്സാം മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിലബസ്, റിട്ടൺ എക്സാം സിലബസ്. 180 മാർക്കിന്റെ റിട്ടൺ എക്സാമിന്റെ സിലബസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പാർട്ട് 1 ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് 10 മാർക്ക്, ടോട്ടൽ 20 മാർക്കിനാണ് ഹിന്ദി ഇംഗ്ലീഷ്. പേപ്പർ 2 ജനറൽ അവയർനെസ്, റീസണിങ്, കമ്പ്യൂട്ടർ എല്ലാം കൂടി 20 മാർക്കിനാണ്. അത് വിശദീകരിച്ചു തരാം. ഇത് ഓരോന്നും ഞാൻ വിശദീകരിച്ചു തരാം. പാർട്ട് 3 പെഡഗോജിയാണ്. ഓക്കെ, പെഡഗോജിയാണ്. 60 + 40 60 + 40 40 മാർക്ക്, 40 മാർക്ക്. പെഡഗോജി 40 മാർക്കിനാണ്.
അത് PRTക്കാണ്. PRTക്ക് 60 മാർക്കിനാണ്. മീൻസ് TGT PGT 40 മാർക്കിനാണ് കേട്ടോ. 40 മാർക്കിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ വിശദീകരിച്ചു തരാം. അടുത്ത പേരിൽ ഞാൻ വിശദീകരിച്ചു തരാം. ഓക്കെ, അതായത് ഓർത്തിരുന്ന ആദ്യം PRTയെ സംബന്ധിച്ചിടത്തോളം പാർട്ട് 3 പെഡഗോജി 60 മാർക്ക്, അതുപോലെ തന്നെ TGT ആൻഡ് PGTയെ സംബന്ധിച്ചിടത്തോളം 40 മാർക്കാണ് പെഡഗോജിക്ക് വരുന്നത്. ഓക്കെ, ടോട്ടൽ സബ്ജക്ട് എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. അതായത് നമ്മുടെ TGT ആൻഡ് TGTക്കും PGTക്കും സബ്ജക്ട്, ഏത് സബ്ജക്റ്റാണോ അവരവരുടെ സബ്ജക്ട് അത് 100 മാർക്കിനും, PRTക്ക് സബ്ജക്ട് 80 മാർക്കിനുമാണ്. ഇനി PRTക്ക് സബ്ജക്ട് 80 മാർക്കിനെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, PRTക്ക് സബ്ജക്റ്റാ, പ്രൈമറി ടീച്ചറിന് സബ്ജക്ട് ഉണ്ട്, അതെങ്ങനെ പഠിക്കണമെന്നും പറഞ്ഞുതരാം. അതിന്റെ ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഇത് ഒരു സംശയം വേണ്ട, ഡീറ്റെയിൽ ചെയ്ത് തരാം. ഓക്കെ 180 മാർക്കിന്റെ PRT TGT PGT. അതിൽ ഞാൻ ആദ്യം PRT 80 മാർക്കിന് സബ്ജക്ട് എന്ന് പറഞ്ഞില്ലേ, ആദ്യം PRTയുടെ പറയാം. PRT 80 മാർക്കിന് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PRTയുടെ 80 മാർക്കാണ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 80 മാർക്കിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ EVS, മാത്സ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. പ്രധാനമായിട്ടും NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, അതാണ് ഈ PRTയുടെ സബ്ജക്ട്. PRTയുടെ സബ്ജക്ട് 80 മാർക്കിനെന്ന് പറയുന്നത് ഈ NCERTയുടെ 5 to 10 വരെയുള്ള, 5 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ്, അതാണ് ഈ 80 മാർക്കിന്റെ സബ്ജക്ട് എന്ന് PRTക്ക് പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് 80 മാർക്കിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക PRTയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നെക്സ്റ്റ് അതിൽ ഓരോന്നും വിശദീകരിച്ചു തരാം ഞാൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട് 1 20 മാർക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി. അതിൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, ഹിന്ദിക്ക് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് 20 മാർക്ക്. ആദ്യത്തെ സെക്ഷനിലെ 20 മാർക്ക് അങ്ങനെയാണ്. രണ്ടാമത് ജനറൽ അവയർനെസ്, റീസണിങ്, കമ്പ്യൂട്ടർ. അതിൽ ജനറൽ അവയർനെസ് നമ്മുടെ GK ഇല്ലേ, GK പോർഷൻസ് 10 മാർക്കിനും നോക്കിക്കൊള്ളാം. റീസണിങ് എന്ന് പറഞ്ഞാൽ, സിമ്പിൾ റീസണിങ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിനും, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന IT, കമ്പ്യൂട്ടറിലാണെങ്കിൽ IT എന്ന് പറഞ്ഞാൽ 5 മാർക്കിനേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, റെഡിയാണ്. നെക്സ്റ്റ് പാർട്ട് 3 പെഡഗോജിയിൽ ഞാനിവിടെ പറഞ്ഞു, പെഡഗോജി പോർഷൻസിന്റെ PRTക്ക് പെഡഗോജി വരുന്നത് 60 മാർക്കും, TGT ആൻഡ് PGT വരുന്നത് 40 മാർക്കിനുമാണ് വരുന്നത്. ഓക്കെ, 10, 10, 20, 10, 30, 10, 40, 40, 60, 100, 180. അതായത് ഞാൻ PRT പറഞ്ഞുതരാം. അപ്പൊ PRT പറയുമ്പോഴത്തേക്ക് നോക്കിയോ, പാർട്ട് 1 20 മാർക്കിൻ്റെത്, പാർട്ട് 2 20 മാർക്ക് അല്ലേ, പാർട്ട് 1 20 മാർക്ക്, പാർട്ട് 2 20 മാർക്ക്, പാർട്ട് 3 പെഡഗോജി 60 മാർക്ക്, പാർട്ട് 4 സബ്ജക്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. PRT ചോദിക്കുന്നത് 80 മാർക്ക്. അപ്പൊ നോക്കിയേ, 8 ഓറും 14, 2 16, 2 18, 180 മാർക്കായില്ലേ, 180 മാർക്ക്. PRTയുടെ 180 മാർക്ക് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ 20 മാർക്ക് പാർട്ട് 1 ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, 20 മാർക്ക് ചോദിക്കുന്നത് ജനറൽ അവയർനെസ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ, 60 മാർക്ക് പെഡഗോജി, 80 മാർക്ക് സബ്ജക്ട് എന്ന് പറയുന്നത് NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷൻസ്, EVS എൻവയോൺമെന്റൽ ബയോളജി ചേർത്തിട്ടുള്ള 80 മാർക്ക്. അങ്ങനെ ചേർത്തിട്ട് 180 മാർക്ക്. ദാറ്റ് ഈസ് ദ PRT പ്രൈമറി ടീച്ചറിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ആർക്കും ഡൗട്ട്സ് വരരുത്, അങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്. നെക്സ്റ്റ് TGTക്ക് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് TGT നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെയാണ്. TGT പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് പറയേണ്ടത്. TGTയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയോ, പാർട്ട് 1 20 മാർക്ക്, ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് 20 മാർക്ക്, പ്ലസ് പാർട്ട് 2 ജനറൽ അവയർനെസ്, റീസണിങ്, കമ്പ്യൂട്ടർ എല്ലാം കൂടെ ചേർത്തിട്ട് 10, 5, 5 പ്ലസ് 10, മൊത്തം 20 മാർക്ക് തന്നെ. പ്ലസ് നെക്സ്റ്റ് പാർട്ട് 3 പെഡഗോജി പ്ലസ് 40 മാർക്ക്, പ്ലസ് പാർട്ട് 3 പെഡഗോജി 40 മാർക്ക്, പ്ലസ് പിന്നെ പാർട്ട്
ഫോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. 100 മാർക്കിന്. അപ്പൊ എത്ര ഉണ്ടെന്ന് നോക്കാം. 100 4 5 എത്ര മാർക്കായി? 100 മാർക്ക് സബ്ജക്റ്റ്, 120 140 180. അത് 180 ആയല്ലോ. 180 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് 180 മാർക്ക് വരുന്നത്. TGT. ഇനി PGTയുടെ കാര്യം എടുത്തേ. ഇനി PGTയുടെ കാര്യം എടുക്കുമ്പോൾ നോക്കിയേ. PGT ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. PGT പാർട്ട് 1 20 മാർക്കാണ്. ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി പ്ലസ് 20 മാർക്ക്. ജനറൽ അവയർസ്, റീസണിങ്, കമ്പ്യൂട്ടർ 20 മാർക്ക് പ്ലസ് പാർട്ട് 3 പെഡഗോജി 40 മാർക്ക് പ്ലസ് സബ്ജക്ട് 100 മാർക്ക്. കൂട്ടി നോക്ക്. 100 40 20 40 ഈസ് ഈക്വൽ ടു 180 മാർക്ക്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതിൽ സംശയമൊന്നും വരത്തില്ല. ഇതിൽ ഇനി സംശയം ചോദിക്കുകയും ചെയ്യരുത്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സിലബസ് ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് നമ്മുടെ KVSന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പരീക്ഷ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാം. ഓക്കെ, പല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്കിംഗ് മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു എപ്പോഴും NCERT. ഇപ്പൊ NCERT എന്ന് പറയുന്ന അവിടെ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ TGTക്ക് പഠിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ TGT പഠിച്ചു കഴിഞ്ഞാലും, PGT പഠിച്ചു കഴിഞ്ഞാലും, PRT പഠിച്ചു കഴിഞ്ഞാലും ബേസ് NCERT ആണ്. NCERT പക്ക അറിഞ്ഞിരിക്കണം ആരായിരുന്നാലും. ഓക്കെ, ആ NCERT നല്ല പക്കയായിട്ട് പഠിക്കുക. പിന്നെ സെൽഫ് സ്റ്റഡി മെത്തേഡ്. ഈ ഞാൻ ജസ്റ്റ് ഒരു 4-5 hours സ്റ്റഡിയാണ്. അത് എന്താ പറയാ, തുടക്കം പഠിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അപ്പൊ ഇതേപോലുള്ള സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്യാം. കൂടാതെ പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സെൽഫ് പ്രിപ്പറേഷനും കോഴ്സ് എടുത്തിട്ട് മോട്ടിവേഷനൊക്കെ നേടിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ എങ്ങനെയായാലും പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞു ബേസിക് NCERT ആണെന്നും പറഞ്ഞു. പിന്നെ മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, അത് നമ്മുടെ റെയിൽവേ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അത് വളരെ സിമ്പിൾ ആയി മാറുകയും ചെയ്യും. കാരണം റെയിൽവേ ആണ് ഇതിന്റെ ഫസ്റ്റ് പടി. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് റെയിൽവേയുടെ എക്സാം ആണ്. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് റെയിൽവേയുടെ എക്സാം ഒരുവിധം നന്നായിട്ട് അപ്പിയർ ചെയ്യുന്നവർക്ക് KVS കിട്ടാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വരത്തില്ല. ഇനി നമ്മുടെ ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ അതിന്റെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നതായിരിക്കും. അതിന്റെ ലിങ്ക്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ ഉപയോഗിച്ചിട്ട് വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യൂ കേട്ടോ. ബാച്ച് KVSന്റെ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഏജ് വൈസ് ഞാൻ നിങ്ങളത് പറഞ്ഞു തന്നല്ലോ. ഏജ് വൈസ് എല്ലാം ഞാൻ പറഞ്ഞതാണ്. ഏജിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അതിനിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അവിടെ. വളരെ സിമ്പിൾ ആണ്. ഇത്രയുമാണ് എന്ത് ചെയ്യുക, ഈ KVSനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കാക്ക പൂച്ചികളൊന്നും കേൾക്കാൻ നിൽക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൾക്ക് ഓഫ് വേക്കൻസി ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഇന്റർവ്യൂവിനെ കുറിച്ചും ഡെമോയെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യും. അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, പഠിക്ക്. CBTക്ക് നല്ല എക്സാമിൽ നല്ല സ്കോർ ചെയ്യും. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുന്നതിനും ഡെമോ ക്ലാസ് എടുക്കുന്നതിനും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എന്ത് മാർഗങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ധൈര്യം പറ്റുന്നുള്ളൂ. ഓക്കെ, എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഫുള്ള് കേൾക്കുക. അല്ലാതെ വന്നിട്ട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, എനിവേ എല്ലാവർക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഓരോന്നും സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അത് ഉടനെ വരും, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.